ഒരു ദിവസം രാവിലെ 11 നാരിയത്തു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ ആകാശത്തിൽ നിന്നിറങ്ങുന്ന ആഫത്തുകളെ തൊട്ടും ഭൂമിയിൽ നിന്നുയരുന്ന ബലായിനെ തൊട്ടും അത് കാവലാണ് അല്ലെ? രോഗങ്ങൾ ഒന്നിരിക്കൽ വരുന്നത് അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് മറ്റു കാരണങ്ങളെ കൊണ്ടായിരിക്കും രോഗങ്ങൾ നമ്മെ പിടികൂടുക. അപ്പൊ ആകാശത്തിൽ നിന്നിറങ്ങുന്ന ആഫത്തുകളും ഭൂമിയിൽ നിന്നുയരുന്ന ബലായിനെ തൊട്ടും വലിയ ഒരു കവചമാണ്, തടുക്കാൻ പറ്റാവുന്ന ഒരു കവചമാണ് 11 നാരിയത്തു സ്വലാത്ത്. അത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഊതി നമ്മുടെ ശരീരം ഒന്നായിട്ട് തടയുമ്പോ വലിയ ഒരു സംരക്ഷണമാകും. കാരണം ഇന്ന് പല രോഗങ്ങളും ഡോക്ടർമാർക്കും മരുന്നില്ലാതെ കൈയൊഴിക്കുന്ന അവസ്ഥയാണ്. ഞാൻ അതിലേക്ക് കടക്കല്ല, കാരണം രോഗങ്ങൾക്കും മരുന്നുണ്ട്. പക്ഷെ ആ മരുന്ന് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വൈദ്യന്മാർക്കും ഡോക്ടർമാർക്കും സാധിക്കുന്നില്ല എന്ന് മാത്രം. കാരണം ഏത് രോഗം അള്ളാഹു ഇറക്കുകയാണെങ്കിൽ ആ രോഗത്തിനുള്ള ശിഫാ ഇറക്കേണ്ട ശേഷം രോഗം ഇറക്കുള്ളൂ എന്നാണ്. ആ രോഗത്തിന്റെ ശിഫാ, അതിനുള്ള മരുന്ന് ഇറക്കിയിട്ടാണ് അള്ളാഹു താല രോഗം ഇറക്കുക. പക്ഷെ നമ്മുടെ കഴിവ് കുറവ് കാരണം ആ രോഗത്തിനും മരുന്ന് കണ്ടെത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല. അല്ല, മരുന്നില്ലാന്നല്ല. അപ്പൊ ഏതായിരുന്നാലും നാരിയത്തു സ്വലാത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. നമ്മുടെ വീട്ടിലുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോ നല്ലൊരു മരുന്നാകും, നമുക്ക് വലിയ ഒരു പരിചയമാകും നമ്മുടെ രോഗങ്ങൾക്കും. അതുപോലെ തന്നെ ബറക്കത്ത് ലഭിക്കാനും ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുക. ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടോ എല്ലാവിധ രോഗങ്ങൾക്കും ശിഫ നൽകി ദീർഘായുസ്സും ആഫിയത്തും നൽകി അല്ലാഹു തആല അന്റെ പൊരുത്തത്തിലായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ.